അങ്ങനെ ഞങ്ങളിങ്ങനെ തൃക്കാക്കരയിൽ ഇങ്ങനെ ഓണം അതിന്റെ ആ മൂഡിലേക്ക് കയറി വരികയാണ്. പക്ഷെ ഞങ്ങളെയൊക്കെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് വലിയ സദ്യക്കുള്ള തിരക്കാണ് ഈ പുറകെ കാണുന്നത്. പായസവും പപ്പടവും ഒക്കെ കൂട്ടി സദ്യ കഴിക്കാനുള്ള ഒരു തിരക്കിലേക്ക് ആളുകൾ പോയി തുടങ്ങി. ഏതായാലും തൃക്കാക്കരയിൽ നമ്മുടെ ടീം മൊത്തമുണ്ട്. വിഷ്ണു ഉണ്ട്, ആൻമരിയുണ്ട്, അമലുണ്ട്. അമൽ ഇന്ന് ഒരു തിരുവോണ സ്പെഷ്യൽ കണ്ണാടിയൊക്കെ വെച്ചാണ് വന്നിരിക്കുന്നത്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉണ്ട്. നമ്മുടെ സാരഥി ഡയസ് ഉണ്ട്. അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ഓണത്തിന്റെ പോക്കിലേക്കാണ്. ഇനി ഇത് കഴിഞ്ഞ് വാർത്താ തിരക്കാണ്. പക്ഷെ ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ്. ആദ്യം അമലിലേക്കാണ്. അമലിന്റെ ബ്യൂറോയിലെ ഒന്നാമത്തെ ഓണമാണ്. എങ്ങനെയുണ്ട് ഓണം? ഈ കണ്ണാടിയൊക്കെ വെച്ച് വന്ന് തകർക്കാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും ഈ പ്രാവശ്യത്തെ ഓണം നമ്മൾ തകർക്കുകയാണ്. ഈ 24 ടീമിനാകെ എന്റെയും എന്റെ കുടുംബത്തിന്റെയും 24 കൊച്ചി ബ്യൂറോയുടെയും ഓണാശംസകൾ ഞാൻ നേരുകയാണ്. ഏതായാലും കളർ ഓണാണ്. വിശക്കുന്നുകൊണ്ടാണ് ശബ്ദം വെച്ചിട്ട് കുറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും കുറെ നേരമായി നമ്മൾ വിശപ്പ് സഹിച്ചു നിൽക്കുകയാണ്. എങ്കിലും ഓണത്തിന്റെ ഒരു ആഘോഷത്തിലാണ് എല്ലാവരും. നമ്മുടെ ബ്യൂറോയിലെ വനിതാ പ്രതിനിധി അത് ആൻമരിയാണ്. ആൻമരി ഇന്ന് സെറ്റ് സാരിയെ കൊടുത്ത് സുന്ദരിയായിട്ട് എത്തിയിട്ടുണ്ട്. ആൻമരിയോടൊക്കെ തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഓണം ഇന്ന്? 24 വന്നിട്ട് ഇത് മൂന്നാമത്തെ ഓണമാണ്. പക്ഷെ കൊച്ചി ബ്യൂറോയില് രണ്ടാമത്തെ ഓണമാണ്. അതിൽ ഓണം ആഘോഷിക്കുന്നത് ആദ്യമായിട്ടാണ് 24-ല്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നിങ്ങളുടെയൊക്കെ കൂടി ഇങ്ങനെ സെറ്റ് സാരി ഇങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ച് കളറായിട്ട് വൈബാണ്. വിശക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ സാറ് തെറ്റാ. ഏത് മൂട്? ഓണം മൂട്. നമ്മുടെ വിഷ്ണു ഉണ്ട്. വിഷ്ണു വന്നിട്ടുണ്ട്. വിഷ്ണു, എന്താണ് ഓണമായിട്ട് ഇന്ന് പ്രത്യേകത? ഏത് മൂട്? ഓണം മൂട്. അടിപൊളി. നമ്മൾ 5-6 ദിവസമായിട്ട് ഓണം ആഘോഷിക്കുന്നുണ്ട്. ഇപ്പൊ അവര് ഫ്ലോറിൽ ആഘോഷിക്കുന്നു, നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നു. 2-3 ദിവസം കൂടി ഓണം പോകും. ഈ കൊലപാതകം മറ്റേ ലഹരിക്കടത്താവുന്നു ഇല്ലെങ്കിൽ സമാധാനപരമായി തന്നെ കൊച്ചിയിൽ ഓണം പോകുന്ന തോന്നുന്നു. നമുക്ക് രണ്ടുപേർക്കും സമാധാനം. അതെ അതെ അതെ. നമ്മുടെ സാരഥി ഡയസ് ഉണ്ട്. ഡയസ് മാത്രമേ ഉള്ളൂ ഇന്ന് മഞ്ഞയിൽ കുളിച്ചു നിൽക്കാത്ത ഒരേ ഒരാള്. ഡയസ്, എന്താണ് ഓണത്തിന്റെ ഒരു വിശേഷം? അടിപൊളിയായിട്ട് തോന്നുന്നു. ഉച്ചയ്ക്ക് എന്താണ് പരിപാടി? സദ്യയൊക്കെ എങ്ങനെയാണ്? ചെക്കിന് ഇവിടുന്ന് തിരികെ ചെന്ന ശേഷം വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഓണം ആഘോഷിക്കാൻ. ബ്യൂറോയിൽ ഒരു ചെറിയ ഓണം കൂടിയുണ്ട്. അതിനുശേഷം സദ്യ. ഏതായാലും എല്ലാവരുടെയും ഒപ്പം തന്നെ തിരുവോണം കൊച്ചി ബ്യൂറോയും വളരെ സന്തോഷത്തോടുകൂടി എല്ലാവർക്കും ആശംസകൾ.